നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഇടുക്കി ജില്ലയിലെ 5 ഇടങ്ങളിൽ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ നടത്തി. കെട്ടിടനാശത്തെ തുടർന്നുള്ള രക്ഷാപ്രവർത്തന മോക്ക് ഡ്രിൽ തൊടുപുഴയിൽ നടന്നു. സംസ്ഥാനത്തെ ആദ്യ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. മൂന്നാറിനായി സമ്പൂർണ്ണ ശുചിത്വ പദ്ധതി നടപ്പിലാക്കുമെന്ന മന്ത്രി MB രാജേഷ്. പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ ഭാഗമായി പോതമേട്ടിൽ നിർമ്മിച്ച ഫോർട്ട് മോഡലിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി 20 സംഘടിപ്പിക്കുന്ന ദേശീയ പണിമുടക്കിന് മുന്നോടിയായി ഇടുക്കി ജില്ലാ കളക്ടർക്ക് പണിമുടക്ക് നോട്ടീസ് നൽകി. തൊടുപുഴ നഗരസഭയിലെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ആദ്യഘട്ടമായി നഗരത്തിലെ ഓടകൾ വൃത്തിയാക്കി. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ K ദീപക് നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഇടുക്കി ജില്ലയിലെ 5 ഇടങ്ങളിൽ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ നടത്തി. കെട്ടിടനാശത്തെ തുടർന്നുള്ള രക്ഷാപ്രവർത്തന മോക്ക് ഡ്രിൽ തൊടുപുഴയിൽ നടന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഇടുക്കി ജില്ലയിലെ 5 ഇടങ്ങളിൽ മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. കുമളി മന്നാംകുടി CSC കമ്മ്യൂണിറ്റി സ്റ്റഡി സെന്റർ, തൊടുപുഴ ഡോക്ടർ APJ അബ്ദുൽ കലാം GVHSS, അടിമാലി മന്നാങ്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂൾ, മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജ്, മാമലക്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് രക്ഷാപ്രവർത്തന മോക്ക് ഡ്രിൽ നടത്തിയത്. അടിയന്തര ഘട്ടങ്ങളെ നേരിടാൻ സജ്ജരായിരിക്കുക എന്ന സന്ദേശം നൽകി കിലയുടെ ആഭിമുഖ്യത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ, പോലീസ്, ദുരന്ത നിവാരണ അതോറിറ്റി, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ആരോഗ്യം, വൈദ്യുതി എന്നിവയുൾപ്പെടെ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങി നിരവധി പേർ മോക്ക് ഡ്രില്ലിൽ പങ്കെടുത്തു. സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ സംബന്ധിച്ച് ജില്ലാ കളക്ടർ V വിഘ്നേശ്വരിയുടെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പുകളുടെ ജില്ലാ മേധാവികളെ ഉൾപ്പെടുത്തി യോഗം ചേരുകയും മോക്ക് ഡ്രില്ലുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്കും നിർദ്ദേശങ്ങൾ കൈമാറി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഉരുൾപൊട്ടൽ പ്രതിരോധ തയ്യാറെടുപ്പിന്റെ ഭാഗമായി മോക്ക് ഡ്രിൽ നടത്തി. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പ്രോഗ്രാം ഫോർ റിസൾട്ട് പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഇടുക്കി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും കിലയും സംയുക്തമായി ഉരുൾപൊട്ടൽ പ്രതിരോധ തയ്യാറെടുപ്പ് മോക്ക് ഡ്രില്ലുകൾ ജില്ലയിൽ നടത്തി. പ്പെടുന്ന തൊടുപുഴ ഇളന്തേശം ഇടുക്കി ക്ലസ്റ്ററിലെ ഉരുൾപൊട്ടൽ പ്രതിരോധ തയ്യാറെടുപ്പ് മോക്ക് ഡ്രിൽ ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിലെ ചേലച്ചുറു ടൗൺ ഭാഗത്ത് വെച്ച് നടന്നു. ദുരന്ത സാധ്യത പരിഗണിച്ചെടുക്കേണ്ട മുൻകരുതലുകൾ, ഓരോ വകുപ്പുകളും പ്രവർത്തിക്കേണ്ട രീതി, ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന പ്രദേശത്തു നിന്നും ജനങ്ങളെ സുരക്ഷിതമായി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിക്കേണ്ട വിധം, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നൽകേണ്ട പ്രാഥമിക ശുശ്രൂഷ, ക്യാമ്പ് നടത്തിപ്പിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനം തുടങ്ങിയ മോക്ക് ഡ്രില്ലിൻ്റെ ഭാഗമായി പരിചയപ്പെടുത്തി. കില നടത്തുന്ന ഒരു മോക്ക് ഡ്രില്ലിൻ്റെ ഭാഗമാണ്. ജനങ്ങളാരും ഭയപ്പെടേണ്ട കാര്യമില്ല. ഒരു ഡിസാസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ കോർഡിനേറ്റ് ചെയ്ത് അത് റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്നതെന്നും എങ്ങനെയാണ് ജനങ്ങളെ ഒഴിപ്പിക്കേണ്ടതെന്നും പൊതുജനങ്ങൾ അതുമായിട്ട് എങ്ങനെയാണ് സഹകരിക്കേണ്ടതെന്നും ഉള്ളതിനെ സംബന്ധിച്ച ഒരു പരിശീലനമാണ് ഇത്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ സമയത്ത് മാത്രമല്ല, രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാകുന്ന സമയത്തും ഒരു പ്രത്യേക അടിയന്തര സാഹചര്യം ഉണ്ടാകുന്ന സമയത്തും ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങൾക്കൊരു അവയർനെസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ അർജൻറ്റായിട്ട് ഇങ്ങനെ ഒരു സംഘടിപ്പിച്ചിട്ടുള്ളത്. ജനങ്ങൾ ഇതുമായിട്ട് സഹകരിക്കുക, ഇതിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുക, എങ്ങനെയാണ് നാളെ ഒരു ഡിസാസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് അവബോധം ഉണ്ടാക്കുക.
എസ് ശ്രീകുമാർ, കില ദുരന്ത നിവാരണ വിദഗ്ധൻ ഗോകുൽ വിജയൻ, ഇടുക്കി കഞ്ഞിക്കുഴി, വാത്തിക്കുടി, മരിയാപുരം, വാഴത്തോപ്പ്, കുടയത്തൂർ, ആലക്കോട്, വെള്ളിയാമറ്റം, കരിമണ്ണൂർ, അറക്കുളം എന്നീ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾ, പോലീസ്, അഗ്നിശമനസേന, ഹെൽത്ത്, റവന്യൂ, KSEB, സിവിൽ ഡിഫൻസ് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വക്കറ്റിൻ വയലിൽ ഉദ്ഘാടനം ചെയ്തു. വലിയ ഒരു പ്രളയവും ഒക്കെ വന്ന സമയത്ത് നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടുകയും ഒട്ടനവധി പ്രയാസങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരു ദുരിതം ഉണ്ടായാൽ അതിനെ നേരിടുന്നതിന് വേണ്ടി സജ്ജമാകുക, സാധാരണ ആൾക്കാരായ ജനങ്ങളെ അതിൽ പ്രാഗൽഭ്യം ഉള്ളവരാക്കി മാറ്റുക, പെട്ടെന്നൊരു അപകടം ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ തരണം ചെയ്യാൻ പറ്റും എന്നതിനെപ്പറ്റി ഒരു ക്ലാസ്സാണ് നമ്മളിവിടെ നടന്നത്. വിവിധ ഡിപ്പാർട്ട്മെന്റ് ഫോഴ്സും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി ആളുകളും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടമലക്കുടി നിവാസികൾക്ക് സ്വപ്ന സാക്ഷാത്കാരം. സംസ്ഥാനത്തെ ആദ്യ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി MP രാജേഷ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഡീൻ കുര്യാക്കോസ് MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീറണാക്കുന്നേൽ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു. 2010 നവംബർ 1 സംസ്ഥാനത്തെ ആദ്യ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടി രൂപീകരിച്ചത്. ആനമുടി സംരക്ഷിത വനമേഖലയ്ക്കുള്ളിലെ 24 സെറ്റിൽമെന്റുകളിലായി മുതുവാൻ വിഭാഗത്തിൽപ്പെട്ട ഗോത്രവർഗ്ഗക്കാർ താമസിക്കുന്ന സ്ഥലമാണ് ഇടമലക്കുടി. ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മൂന്നാർ പഞ്ചായത്തിലെ ഒരു വാർഡ് മാത്രമായിരുന്ന ഇടമലക്കുടിയെ സ്വതന്ത്ര പഞ്ചായത്താക്കി 2010 സർക്കാർ പ്രഖ്യാപിച്ചത്. വർഷം എത്ര പിന്നിട്ടിട്ടും ഇടമലക്കുടിയിൽ പൂർണ്ണതോതിൽ പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിരുന്നില്ല. ഇടമലക്കുടിക്കാരുടെ കാത്തിരിപ്പിന് വിരാമമിട്ടാണിപ്പോൾ പഞ്ചായത്ത് ഓഫീസ് ഇടമലക്കുടിയിൽ തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടമലക്കുടി ആർക്കും എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന ഒരു സ്ഥലമാക്കി, എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലമാക്കി മാറ്റുക എന്നത് തന്നെയാണ് സർക്കാരിന്റെ ലക്ഷ്യം. അതിന് നിങ്ങളുടെ കൂടെ ഗവൺമെന്റ് ഉണ്ട് എന്ന് ഞാൻ ഉറപ്പു നൽകാൻ ആഗ്രഹിക്കുകയാണ്. കൂടുതൽ ദീർഘമായ പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല. പഞ്ചായത്ത് ഓഫീസ് ഇപ്പോൾ വന്നു, ഇപ്പം ആംബുലൻസ് വന്നു, ആശുപത്രിയുണ്ട്, സ്കൂളുണ്ട്, സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇടമലക്കുടിക്കാരുടെ ജീവിതത്തെ കൂടുതൽ അനായാസമാക്കി മാറ്റും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ എക്സൈസ് വകുപ്പ്, അതിൻ്റെ കൂടി മന്ത്രിയാണ് ഞാൻ. അപ്പോൾ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ PSC പരിശീലന പരിപാടി നടക്കുന്നുണ്ട് എന്ന് അറിയുന്നു. അതിൽ പ്രത്യേകമായിട്ടുള്ള സന്തോഷമുണ്ട്. കാരണം ഇവിടെ PSC പരിശീലനം നിർബന്ധമാണ്. ഇവിടെ നിന്ന് PSC പരീക്ഷയ്ക്ക് പരിശീലനം കൊടുത്ത് ജയിപ്പിച്ച് സർക്കാർ സർവീസിൽ ആൾ വരണം. അപ്പോൾ പിന്നെ ഇവിടെ വരുന്ന ആൾക്കാർ ട്രാൻസ്ഫർ ചോദിക്കില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇവിടെ തന്നെ നിൽക്കും അല്ലേ? നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആളുകൾ PSC എഴുതി സർക്കാർ സർവീസിൽ കയറിയാൽ പിന്നെ അവരിവിടെ തന്നെ നിങ്ങളെ സേവിക്കുന്നവരായിട്ടുണ്ടാവും. വേറെ നാട്ടിൽ നിന്ന് വരുമ്പോഴാണ് അവർക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് തോന്നലുണ്ടാവുക. അപ്പോൾ ഇനി ഇടമലക്കുടിയിൽ ഞാൻ വരാൻ ആഗ്രഹിക്കുന്നത് എക്സൈസ് വകുപ്പ് നടത്തുന്ന PSC പരീക്ഷയിൽ ജോലി കിട്ടിയ ആളുകളെ ആദരിക്കാനുള്ള പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ വരാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അട്ടപ്പാടിയിലൊക്കെ അങ്ങനെ നടത്തിയിട്ട് ധാരാളം പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ട്, പലയിടത്തും ഉണ്ട്. എക്സൈസ് വകുപ്പ് നടത്തുന്ന ഈ PSC പരിശീലന പരിപാടിയിൽ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ. വലിയ സന്തോഷം തോന്നിയ കാര്യം എന്താണെന്നറിയോ? ഇവിടെ വന്ന് ഞാൻ ആദ്യം കണ്ട 3 സ്ത്രീകൾ, അവരിൽ ഒരാൾ പറഞ്ഞു ഞാൻ കുടുംബശ്രീ CDSന്റെ അക്കൗണ്ടന്റാണ് എന്ന്. ബാക്കി 2 ആൾ പറഞ്ഞു ഞങ്ങൾ ഹരിതകർമ്മ സേനാംഗങ്ങളാണ്. അഭിമാനത്തോടു കൂടിയിട്ടാണ് പറഞ്ഞത് ഞങ്ങൾ ഹരിതകർമ്മ സേനാംഗങ്ങളാണ് എന്നത്. അപ്പോൾ ഇടമലക്കുടിയിലും ഹരിതകർമ്മ സേന പ്രവർത്തിക്കുന്നു. ഹരിതകർമ്മ സേന എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ശുചിത്വ സൈന്യമാണ്. കേരളത്തെ വൃത്തിയാക്കി സൂക്ഷിക്കുന്ന ശുചിത്വ സൈന്യമാണ്. അപ്പം ഇടമലക്കുടിയിലും ഹരിതകർമ്മ സേനയുണ്ട്. പക്ഷെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ മൂന്നാറിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴി ശ്രദ്ധിച്ചു, ഏറ്റവും വൃത്തിയുള്ള സ്ഥലം ഇടമലക്കുടിയാണ്. ഏറ്റവും വൃത്തിയുള്ള സ്ഥലം ഇടമലക്കുടിയാണ്.
ഇതുവരെ ദേവികുളത്തെ ക്യാമ്പ് ഓഫീസിൽ പ്രവർത്തിച്ചിരുന്ന ഇടമലക്കുടി പഞ്ചായത്ത് ഓഫീസിൽ വനിതകളടക്കം 13 ജീവനക്കാരാണ് ജോലി ചെയ്യുന്നത്. ഓഫീസിന്റെ പ്രവർത്തനം പൂർണ്ണമായി ഇടമലക്കുടിയിലേക്ക് മാറുന്നതോടെ വനിതാ ജീവനക്കാർക്ക് താമസിക്കാനായി സൊസൈറ്റി കുടിയിലെ പഴയ അക്ഷയ കേന്ദ്രം പ്രവർത്തിച്ചിരുന്ന കെട്ടിടം തയ്യാറാക്കിയിട്ടുണ്ട്. പുരുഷന്മാർക്ക് താമസിക്കുന്നതിനുള്ള പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ തന്നെ താമസ സൗകര്യം ഒരുക്കും. കാട്ടാന ശല്യം ഒഴിവാക്കുന്നതിനായി ഓഫീസ് കെട്ടിടത്തിന് ചുറ്റും ട്രെഞ്ച് നിർമ്മാണം പൂർത്തിയായി. ഉദ്ഘാടന ചടങ്ങിൽ എ രാജ MLA അധ്യക്ഷത വഹിച്ചു. ഡീൻ കുര്യാക്കോസ് MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആരിച്ചൻ നേർനാക്കുന്നേൽ, ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ്, ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഈശ്വരി, തദ്ദേശ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ MP അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന ലൈഫ് ഭവന പദ്ധതിയുടെ താക്കോൽദാനവും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ആംബുലൻസ് സർവീസിന്റെ ഫ്ളാഗ് ഓഫും നടന്നു. വിവിധ ഊരുമൂപ്പന്മാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, എക്സൈസ്, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. തൊമ്മൻകുത്ത് വനംവകുപ്പ് കുരിശ് പിഴുത സംഭവത്തിൽ വീടുകളിൽ കുരിശുകൾ സ്ഥാപിച്ച വിശ്വാസികളുടെ പ്രതിഷേധം. തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളി നാരങ്ങാനത്ത് കൈവശഭൂമിയിൽ സ്ഥാപിച്ച കുരിശ് വനംവകുപ്പ് പിഴുതു മാറ്റിയ സംഭവത്തിൽ പ്രതിഷേധം വ്യാപിപ്പിച്ച വിശ്വാസികൾ ഞായറാഴ്ച വൈകിട്ട് നാരങ്ങാനം പുതിയാത്ത് ജോർജിന്റെ വീട്ടുമുറ്റത്ത് കുരിശ് സ്ഥാപിച്ചുകൊണ്ട് പള്ളി വികാരി ഫാദർ ജെയിംസ് ഐക്കരമറ്റത്തിൽ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. കുരിശിനെന്ന ഭൂമിയും ജനവാസ മേഖലയും ഉൾപ്പെടെ 4005 ഏക്കർ ഭൂമി വനഭൂമിയാണെന്ന് വണ്ണപ്പുറം വില്ലേജ് ഓഫീസർ റിപ്പോർട്ടിനെതിരെയും പ്രതിഷേധമുയർന്നു. തൊമ്മൻകുത്ത് വനം വകുപ്പ് കുരിശ് പിഴുത സംഭവം, വീടുകളിൽ കുരിശുകൾ സ്ഥാപിച്ച വിശ്വാസികളുടെ പ്രതിഷേധം. തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളി നാരങ്ങാനത്ത് കൈവശ ഭൂമിയിൽ സ്ഥാപിച്ച കുരിശ് വനം വകുപ്പ് പിഴുതുമാറ്റിയ സംഭവത്തിൽ പ്രതിഷേധം വ്യാപിപ്പിച്ച് വിശ്വാസികൾ. ഇടവകയിലെ വീടുകളിൽ പ്രതിഷേധ സൂചകമായി മരക്കുരിശുകൾ സ്ഥാപിച്ചു. ഞായറാഴ്ച വൈകിട്ട് നാരങ്ങാനം പുതിയത്ത് ജോർജിന്റെ വീട്ടുമുറ്റത്ത് കുരിശ് സ്ഥാപിച്ചുകൊണ്ട് പള്ളി വികാരി ഫാദർ ജെയിംസ് ഐക്കരമറ്റത്തിൽ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. വരും ദിവസങ്ങളിൽ പ്രദേശത്ത് കൈവശ ഭൂമിയുള്ള ഇടവക അംഗങ്ങളുടെ വീടുകളിലും കുരിശ് സ്ഥാപിക്കും. കത്തോലിക്ക കോൺഗ്രസ് കാളിയർ ഫൊറോന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സൂചകമായി പ്രദേശത്ത് നിരവധി പോസ്റ്ററുകൾ പതിച്ചിരുന്നു. ഇതിനിടെ കുരിശു നിന്ന ഭൂമിയും നിരവധി ജനവാസ മേഖല ഉൾപ്പെടെ 4005 ഏക്കർ ഭൂമി വനഭൂമിയാണെന്ന് വണ്ണപ്പുറം വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് നൽകിയത് വിവാദത്തിന് വഴിവെച്ചു. ഈ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തിപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ് വിശ്വാസികളും നാട്ടുകാരും തൊമ്മൻകുത്ത് സംരക്ഷണ സമിതിയും. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. മൂന്നാറിനായി സമ്പൂർണ്ണ ശുചിത്വ പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി MP രാജേഷ്. പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ ഭാഗമായി പോതമേട്ടിൽ നിർമ്മിച്ച ഫോർട്ട് മോഡലിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോതമേട് വ്യൂ പോയിന്റിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ എ രാജ MLA അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന മൂന്നാറിൽ സമ്പൂർണ്ണ ശുചിത്വ പദ്ധതി അടിയന്തരമായി സർക്കാർ നടപ്പിലാക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് പറഞ്ഞു. പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ ഭാഗമായി പോതമേട്ടിൽ നിർമ്മിച്ച ഫോർട്ട് മോഡലിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോതമേട് വ്യൂ പോയിന്റിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ എ രാജ MLA അധ്യക്ഷത വഹിച്ചു. പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VG പ്രതീഷ് കുമാർ, പഞ്ചായത്ത് സെക്രട്ടറി EK ഷാജി, പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. സെന്റ് മേരീസ് ഫൊറോന പള്ളിയുടെ കീഴിൽ കരിമണ്ണൂർ ടൗണിൽ പുനർനിർമ്മിച്ച സെന്റ് ആന്റണീസ് ടൗൺ കപ്പേള വെഞ്ചരിച്ചു. കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ വെഞ്ചരിപ്പ് നിർവഹിച്ചു. ഫൊറോന പള്ളി വികാരി റവറന്റ് ഡോക്ടർ സ്റ്റാൻലി പുൽപ്രയിൽ, ഫാദർ ആന്റണി കല്ലറക്കൽ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. മഹാജൂബിലി സ്മാരകമായി സെന്റ് മേരീസ് ഫൊറോന പള്ളിയുടെ കീഴിൽ കരിമണ്ണൂർ ടൗണിൽ പുനർനിർമ്മിച്ച സെന്റ് ആന്റണീസ് ടൗൺ കപ്പേളയുടെ വെഞ്ചരിപ്പ് കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ നിർവഹിച്ചു. ഫൊറോന പള്ളി വികാരി റവറന്റ് ഡോക്ടർ സ്റ്റാൻലി പുൽപ്രയിൽ, ഫാദർ ആന്റണി കല്ലറക്കൽ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു.
നമ്മുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടവര്, കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ടവര്, ഈ ജോലി സ്ഥലത്തിൽ സമാധാനം നഷ്ടപ്പെട്ടവര്, ജീവിക്കുന്ന സാഹചര്യത്തിൽ സമാധാനം നഷ്ടപ്പെട്ടവർ ധാരാളം പേരുണ്ട്. വിശുദ്ധന്റെ മാധ്യസ്ഥം അപേക്ഷിക്കുന്നത് സമാധാനം ലഭിക്കുവാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഉയർപ്പ് കാലമാണ്. ഈശോ തന്റെ ഉത്ഥാനശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആദ്യം പറഞ്ഞത് എന്താണ്? നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം. ലോകം നൽകുന്ന സമാധാനമല്ല ഇത്, ദൈവത്തിന്റെ സമാധാനമാണത്. ആ സമാധാനം ലഭിക്കുവാനായിട്ട് വിശുദ്ധന്റെ മാധ്യസ്ഥം അപേക്ഷിക്കണം. വീണ്ടും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് പ്രതീക്ഷയാണ്. പ്രതീക്ഷയറ്റ ജനങ്ങള്, പ്രത്യേകിച്ച് യുവജനങ്ങള്, കൃഷിക്കാര്, ധാരാളം ആളുകൾ ഇങ്ങനെ പ്രതീക്ഷയില്ലാതെ ജീവിക്കുന്നവരുണ്ട്. പ്രതീക്ഷ നഷ്ടപ്പെട്ടവര്, അവർക്ക് പ്രതീക്ഷ നൽകുവാൻ വേണ്ടി വിശുദ്ധ അന്തോനീസിന് മാധ്യസ്ഥം അപേക്ഷിക്കണം. പ്രത്യാശയുള്ളവരായി ജീവിക്കണം. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക എന്ന കർത്താവിന്റെ വചനം നമുക്ക് ആശ്വാസം പകരണം. പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. പൗലോസ്ലീഹയുടെ വാക്കുകൾ നമുക്ക് പ്രത്യാശ നൽകണം. ഇപ്പോൾ ഈ വർഷം ജൂബിലിയായിട്ട് ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രത്യാശയുടെ തീർത്ഥാടകരാണ് നമ്മൾ. പ്രത്യാശയുടെ തീർത്ഥാടകരാണ്. അങ്ങനെയെങ്കിൽ നിരാശപ്പെട്ട് ആരും ഇവിടുന്ന് പോകരുത്. ആർക്കെങ്കിലും പ്രത്യാശ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരികെ കിട്ടുവാനായിട്ട് വിശുദ്ധന്റെ മാധ്യസ്ഥം അപേക്ഷിക്കണം. അതുപോലെ സ്നേഹത്തിന്റെ രാഹിത്യം പല കുടുംബങ്ങളിലുണ്ട്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ സ്നേഹമില്ലാത്ത അവസ്ഥയുണ്ട്. ഈ അവസ്ഥയിൽ സ്നേഹം തിരികെ കിട്ടുവാനായിട്ട്, സ്നേഹത്തിന്റെ സാഹചര്യം തിരികെ കിട്ടുവാനായിട്ട് വിശുദ്ധ അന്തോനീസിനോട് നാം പ്രാർത്ഥിക്കണം. കരിമണ്ണൂർ ടൗണിന്റെ ഹൃദയഭാഗത്ത് നിലവിലുണ്ടായിരുന്ന കപ്പേള പൊളിച്ചുമാറ്റിയാണ് പുതിയത് നിർമ്മിച്ചിരിക്കുന്നത്. കപ്പേളയുടെ ഏറ്റവും മുകളിൽ ഏവർക്കും അനുഗ്രഹം ചൊരിയുന്ന ക്രിസ്തുവിന്റെ തിരുസ്വരൂപവും പ്രാർത്ഥനാ ഗീതങ്ങൾ മുഴങ്ങുന്ന വലിയ ക്ലോക്കും കപ്പേളയുടെ പ്രത്യേകതയാണ്. എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 4:30 കപ്പേളയിൽ നൊവേനയും ലത്തീനും വിശുദ്ധ കുർബാനയും നടക്കും. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. കീലയുടെ ആഭിമുഖ്യത്തിൽ ചേലച്ചുവട് തദ്ദേശ സ്വയംഭരണതല മോക്ക് ഡ്രിൽ നടത്തി. ചേലച്ചുവട് ടൗണിലെ 3 കേന്ദ്രങ്ങളിലായാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. ചുരുളി സെന്റ് തോമസ് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച പൊതുയോഗം കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വക്കച്ചൻ വയലിൽ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി തഹസിൽദാർ റാം ബിനോയ് അധ്യക്ഷത വഹിച്ചു. വണ്ണപ്പുറം, വെള്ളിയാമറ്റം, കരിമണ്ണൂർ, ഉടുമ്പന്നൂർ, ആലക്കോട്, അറക്കുളം, വാത്തിക്കുടി, മരിയാപുരം, വാഴത്തോപ്പ്, ഇടുക്കി കഞ്ഞിക്കുഴി എന്നീ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്ന തൊടുപുഴ ഇളംദേശം ഇടുക്കി ക്ലസ്റ്ററിലെ ഉരുൾപൊട്ടൽ പ്രതിരോധ തയ്യാറെടുപ്പ് മോക്ക് ഡ്രിൽ ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിലെ ചേലച്ചുവട് ടൗൺ ഭാഗത്ത് വെച്ച് നടന്നു. ദുരന്ത സാധ്യത പരിഗണിച്ചെടുക്കേണ്ട മുൻകരുതലുകൾ, ഓരോ വകുപ്പുകളും പ്രവർത്തിക്കേണ്ട രീതി, ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന പ്രദേശത്തു നിന്നും ജനങ്ങളെ സുരക്ഷിതമായി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിക്കേണ്ട വിധം, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നൽകേണ്ട പ്രാഥമിക ശുശ്രൂഷകൾ, ക്യാമ്പ് നടത്തിപ്പിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനം തുടങ്ങിയവ മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി പരിചയപ്പെടുത്തി. എസ് ശ്രീകുമാർ, ദുരന്ത നിവാരണ വിദഗ്ധൻ ഗോകുൽ വിജയൻ, ഇടുക്കി കഞ്ഞിക്കുഴി, വാത്തിക്കുടി, മരിയാപുരം, വാഴത്തോപ്പ്, കുടയത്തൂർ, ആലക്കോട്, വെള്ളിയാമറ്റം, കരിമണ്ണൂർ, അറക്കുളം എന്നീ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾ, പോലീസ്, അഗ്നിശമന സേന, ഹെൽത്ത്, റവന്യൂ, അനിമൽ ഹസ്ബൻഡറി, KSEB, സിവിൽ ഡിഫൻസ് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വക്കച്ചൻ വയലിൽ ഉദ്ഘാടനം ചെയ്തു. വിവിധ ഡിപ്പാർട്ട്മെന്റ് ഫോഴ്സും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകളും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കേന്ദ്ര ട്രേഡ് യൂണിയനുകളും സ്വതന്ത്ര ഫെഡറേഷനുകളും അധ്യാപക സർവീസ് സംഘടനകളും സംയുക്തമായി 20-ന് സംഘടിപ്പിക്കുന്ന ദേശീയ പണിമുടക്കിന് മുന്നോടിയായി അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇടുക്കി ജില്ലാ കളക്ടർക്ക് പണിമുടക്ക് നോട്ടീസ് നൽകി. വനിതകൾ ഉൾപ്പെടെ 100 കണക്കിന് ജീവനക്കാരും അധ്യാപകരും പങ്കെടുത്ത പ്രതിഷേധ പ്രകടനത്തിന് ശേഷമാണ് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിക്ക് പണിമുടക്ക് നോട്ടീസ് നൽകിയത്. പ്രതിഷേധ പ്രകടനത്തിന് ശേഷം നടന്ന യോഗം ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡി ബിനിൽ ഉദ്ഘാടനം ചെയ്തു. വനിതകൾ ഉൾപ്പെടെ 100 കണക്കിന് ജീവനക്കാരും അധ്യാപകരും പങ്കെടുത്ത പ്രതിഷേധ പ്രകടനത്തിന് ശേഷമാണ് ജില്ലാ കളക്ടർക്ക് പണിമുടക്ക് നോട്ടീസ് നൽകിയത്. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുക, മിനിമം വേതനം 26,000 നിശ്ചയിക്കുക, മിനിമം വേതനം നടപ്പിലാക്കാത്ത സ്ഥാപന ഉടമകളെ പ്രോസിക്യൂട്ട് ചെയ്യുക, ഇൻഷുറൻസ്, ഊർജ്ജം, ഗതാഗതം, വാർത്താവിനിമയം, ബാങ്കിംഗ് ഉൾപ്പെടെയുള്ള മേഖലകളിലെ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക, കേരള സർക്കാരിനെതിരെയുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക, കേന്ദ്ര സർക്കാരിന്റെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ ശക്തമായ ജനകീയ പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരാൻ ഒന്നിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി മെയ് 20-ന് ദേശീയ പണിമുടക്കിന് തീരുമാനിച്ചിരിക്കുന്നത്. പ്രതിഷേധ പ്രകടനത്തിന് ശേഷം നടന്ന യോഗം ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡി ബിനിൽ ഉദ്ഘാടനം ചെയ്തു.
രാജ്യത്തെ കർഷകരെ സംബന്ധിച്ച്, തൊഴിലാളികളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇന്ന് നിലനിൽക്കുന്ന വ്യവസ്ഥിതിയുമായി ബന്ധപ്പെട്ടെടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം, ഇന്ത്യ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളുടെയും തൊഴിലാളികളുടെയും കർഷകരുടെയും അടക്കമുള്ള വിഭാഗങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ അനുദിനം പരിമിതപ്പെട്ടു വരുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. കോടീശ്വരന്മാരും ശതകോടീശ്വരന്മാരും സഹസ്രകോടീശ്വരന്മാരുമായിട്ടുള്ള വിരലിലെണ്ണാവുന്ന കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി രാജ്യത്തിന്റെ പാർലമെന്റിനെയും ഭരണ സംവിധാനങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ഭരണ സംവിധാനം സ്വീകരിച്ചിരിക്കുന്ന സമീപനങ്ങൾ രാജ്യത്തെ വലിയ പ്രതിഷേധമുയർത്തിക്കൊണ്ട് തൊഴിലാളികളെ സംബന്ധിച്ച്, ജീവനക്കാരെ സംബന്ധിച്ച് ഇത്തരത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇന്ത്യ രാജ്യത്ത് നമുക്കറിയാം, 90-കൾക്ക് ശേഷമുള്ള അവസ്ഥ എടുത്ത് പരിശോധിച്ചാൽ ഒരു പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയ സാഹചര്യമാണ് 90-കൾക്ക് ശേഷം ഉണ്ടായത്. UPA നേതൃത്വം നൽകിയ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവും അതേപോലെ തന്നെ പിന്നീട് പ്രധാനമന്ത്രിയായ അന്നത്തെ ധനമന്ത്രിയായിട്ടുള്ള മൻമോഹൻ സിംഗും അടക്കമുള്ളവർ ഈ രാജ്യത്ത് തുടങ്ങി വച്ച ഒരു പുത്തൻ സാമ്പത്തിക നയം നമ്മുടെ എല്ലാം ഓർമ്മകളിലുണ്ട്. ആ സാമ്പത്തിക നയങ്ങൾ ഈ രാജ്യത്ത് നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയിലെ തൊഴിലാളികളും പണിയെടുക്കുന്നവരും കർഷകരും മുന്നോട്ട് വെച്ച ആശങ്കകൾ എത്ര വലുതായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കുന്ന സാഹചര്യമാണ് പതിറ്റാണ്ടുകൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത്. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ ജെയ്സൺ ജോർജ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം KV സാജൻ, ജില്ലാ സെക്രട്ടറി RB ജുമോൻ, പ്രസിഡന്റ് KS രാഗേഷ്, വനിതാ കമ്മിറ്റി സെക്രട്ടറി NK രാജുമോൾ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി DK സജിമോൻ സ്വാഗതവും ഇടുക്കി മേഖലാ സെക്രട്ടറി NK സാജൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി. തൊടുപുഴ നഗരസഭയിലെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ആദ്യഘട്ടമായി നഗരത്തിലെ ഓടകൾ വൃത്തിയാക്കി. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ K ദീപക് നിർവഹിച്ചു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MA കരീം, വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PG രാജശേഖരൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തൊടുപുഴ നഗരസഭയിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് കാഞ്ഞിരമറ്റം ജംഗ്ഷനിൽ തുടക്കമായി. മഴക്കാലത്ത് നഗരത്തിൽ പ്രധാന സ്ഥലങ്ങളിൽ ഉണ്ടാക്കുന്ന വെള്ളക്കെട്ടുകൾ മാറ്റുന്നതിന് വേണ്ടിയുള്ള മുൻകരുതലുകൾ ആണ് നടക്കുന്നത്. ഓടകളിലെ സ്ലാബുകൾ JCB ഉപയോഗിച്ച് മാറ്റി അടിഞ്ഞുകൂടിയ വേസ്റ്റ് നീക്കം ചെയ്തു തുടങ്ങി. പ്രധാനമായും വെള്ളക്കെട്ട് ഉണ്ടാകുന്ന സ്ഥലങ്ങളായ റോട്ടറി ജംഗ്ഷൻ, മണക്കാട് ജംഗ്ഷൻ, ഷാപ്പുംപടി എന്നിവിടങ്ങളിൽ ഓടകൾ വേസ്റ്റ് അടിഞ്ഞ് വെള്ളമൊഴുക്ക് നിലച്ചിരിക്കുകയാണ്. ഓടകളിലും പൊതുസ്ഥലങ്ങളിലും വേസ്റ്റ് നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തുന്നതിനായി കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനും ഹെൽത്ത് സ്ക്വാഡിനെ രാത്രികാലങ്ങളിൽ പരിശോധനയ്ക്ക് നിയോഗിക്കുമെന്നും ചെയർമാൻ അറിയിച്ചു. ഇക്കാര്യത്തിൽ വ്യാപാരികളുടെയും പൊതുജനങ്ങളുടെയും സഹകരണം ഉണ്ടാകണമെന്നും അദ്ദേഹം അറിയിച്ചു. തൊടുപുഴ നഗരസഭയിലെ ടൗൺ ഏരിയയിൽ വരുന്ന മുഴുവൻ ഓടകളും അതിൻ്റെ സ്ലാബ് മാറ്റി അവിടെയുള്ള മണ്ണും അതുപോലെ വേസ്റ്റും എല്ലാം നീക്കം ചെയ്ത് മഴക്കാലത്തിന് മുമ്പായി ടൗണിലെ ഓടകളിൽ മുഴുവൻ വെള്ളം ഒഴുകുന്നതിനൊരു സാഹചര്യം ഉണ്ടാക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഓരോ മഴക്കാലം വരുമ്പോഴും ടൗണിൽ പല ഭാഗങ്ങളിലായി ഭീമ ജംഗ്ഷനിലും അതുപോലെ കാഞ്ഞിരമറ്റം ജംഗ്ഷന് അതുപോലെ ഗാന്ധി സ്ക്വയർ പ്രദേശങ്ങളിലും ഒക്കെ വെള്ളക്കെട്ട് സാധാരണമാണ്. മണിക്കൂറുകളോളം വെള്ളം കെട്ടി നിൽക്കുകയും യാത്രക്കാർക്കും അതുപോലെ വാഹനങ്ങൾക്കും ഒക്കെ പോകുന്നതിന് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഇപ്രാവശ്യം അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാവരുത് എന്ന് നഗരസഭാ കൗൺസിലിൽ ഒന്നടങ്കം ഒരു തീരുമാനം ഉണ്ടാകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്തെ മുഴുവൻ ഓടകളും, ടൗൺ മേഖലയിലെ മുഴുവൻ ഓടകളും അതിൻ്റെ സ്ലാബ് മാറ്റി മണ്ണും മാറ്റി വൃത്തിയാക്കുന്നതിനുള്ളൊരു തീരുമാനം എത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ മഴക്കാലം വരുന്നതിന് മുമ്പായിട്ട് നഗരപ്രദേശങ്ങളിലെ മുഴുവൻ സ്ഥലങ്ങളിലെയും കാടുകൾ വെട്ടിത്തെളിച്ച് ടൗൺ പ്രദേശത്തിലെ ഏതാണ്ട് 90% സ്ഥലങ്ങളിലും കാടുകൾ വെട്ടിത്തെളിച്ചിരിക്കുകയാണ്. കൊലാനി ബൈപ്പാസ്, നാലുവരി പാത, അതുപോലെ ടൗണിലെ പ്രദേശങ്ങളിൽ നമ്മുടെ റിവർ വ്യൂ റോഡ്, ഇങ്ങനെയുള്ള മെയിൻ സ്ഥലങ്ങളിൽ എല്ലാം തന്നെ മങ്ങാട്ടുകവല വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ കാട് വെട്ടി തെളിച്ചു കഴിഞ്ഞു. ഇനിയുള്ള ദിവസങ്ങളിൽ ഓരോ വാർഡുകളിലേക്കും വർക്കർമാർ പോയി ആ വാർഡുകളിൽ മുഴുവൻ 35 വാർഡിലെയും ഓരോ പ്രദേശത്തും ഇത്തരത്തിൽ കാടുകൾ വെട്ടി മഴക്കാലത്തിന് മുമ്പായി നഗരസഭയിലെ മുഴുവൻ പ്രദേശങ്ങളിലുമുള്ള കാടുകൾ നീക്കം ചെയ്ത് ഓടകൾ വൃത്തിയാക്കി ഈ ടൗണിലെ ഓടകളുടെ ക്ലീനിങ് കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ 35 വാർഡിലുമുള്ള ഓടകൾ, തോടുകൾ എല്ലാം വൃത്തിയാക്കുന്ന ഒരു
പരിപാടിയുമായാണ് നഗരസഭ മുമ്പോട്ട് പോകുന്നത്. ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MA കരീം, വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PG രാജശേഖരൻ, കൗൺസിലർമാർ, ഹെൽത്ത് വിഭാഗം ജീവനക്കാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവരും ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. നാട്യാഞ്ജലി നൃത്തവിദ്യാലയം 17ാമത് വാർഷികവും 4ാമത് അരങ്ങേറ്റ നൃത്തസന്ധ്യയും വർണ്ണാഭമായ ചടങ്ങുകളോടെ സംഘടിപ്പിച്ചു. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലേറെയായി വണ്ണപ്പുറം പ്ലാന്റേഷൻ കവലയിൽ മദർ തെരേസ കപ്പേളയ്ക്ക് എതിർവശം പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനത്തിൽ നിന്നും പരിശീലനം നേടിയ 40ഓളം വിദ്യാർത്ഥികൾ വിവിധ നൃത്ത കലകളിൽ അരങ്ങേറ്റം കുറിച്ചു. നാട്യാഞ്ജലി നൃത്തവിദ്യാലയം 17ാമത് വാർഷികവും 4ാമത് അരങ്ങേറ്റ നൃത്തസന്ധ്യയും വർണ്ണാഭമായ ചടങ്ങുകളോടെ സംഘടിപ്പിച്ചു. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലേറെയായി വണ്ണപ്പുറം പ്ലാന്റേഷൻ കവലയിൽ മദർ തെരേസ കപ്പേളയ്ക്ക് എതിർവശം പ്രവർത്തിച്ചു വരുന്ന നാട്യാഞ്ജലി നൃത്തവിദ്യാലയം 17ാമത് വാർഷികവും 4ാമത് അരങ്ങേറ്റ നൃത്തസന്ധ്യയും സംഘടിപ്പിച്ചു. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കേരള നടനം, തിരുവാതിരക്കളി, മാർഗംകളി, ഒപ്പന, ഗ്രൂപ്പ് ഡാൻസ്, സിനിമാറ്റിക്, ഫോക്ക് ഡാൻസ് എന്നിവയിൽ വിദ്യാർത്ഥികൾക്ക് മികച്ച പരിശീലനം നൽകി വരുന്നു. സ്ഥാപനത്തിൽ നിന്നും പരിശീലനം നേടിയ നിരവധി വിദ്യാർത്ഥികൾ ജില്ലാ, സബ് ജില്ലാ, സംസ്ഥാനതല മത്സരവേദികളിൽ പങ്കെടുക്കുകയും ജേതാക്കളാകുകയും ചെയ്തിട്ടുണ്ട്. കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ നിന്നും ഭരതനാട്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ജെറ്റി ജെയിംസ്, ഷീല ജെയിംസ് എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നു. വണ്ണപ്പുറം നമ്പ്യാപറമ്പിൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ അധ്യാപികമാരായ ജെറ്റി ജെയിംസ്, ഷീല ജെയിംസ് എന്നിവർ വിദ്യാർത്ഥികൾക്ക് ചിലങ്ക സമർപ്പണം നടത്തി. തുടർന്ന് നടന്ന നൃത്തസന്ധ്യയിൽ 40ഓളം വിദ്യാർത്ഥികൾ വിവിധ നൃത്തകലകളിൽ അരങ്ങേറ്റം കുറിച്ചു.
ചടങ്ങിൽ നാട്യാഞ്ജലി നൃത്തവിദ്യാലയത്തിൽ നിന്നും സബ് ജില്ലാ ജില്ലാതല മത്സരങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് ആദരവൊരുക്കി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആൽബർട്ട് ജോസ് മൊമെന്റോ കൈമാറി. നാളിതുവരെ നൽകിയ സഹകരണത്തിന് നന്ദി പറയുന്നതിനോടൊപ്പം തുടർന്നും ഏവരുടെയും സാന്നിധ്യ സഹകരണങ്ങൾ ഉണ്ടാകണമെന്നും നാട്യാഞ്ജലി നൃത്തവിദ്യാലയം മണ്ണപ്പുറം, കരിമണ്ണൂർ, മടക്കത്താനം സെന്ററുകളിൽ പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചതായി മാനേജ്മെന്റ് അറിയിച്ചു. ഇന്ന് നാട്യാഞ്ജലി നൃത്തവിദ്യാലയത്തിൻ്റെ 17ാമത് വാർഷികവും 4ാമത് അരങ്ങേറ്റ നൃത്തസന്ധ്യയും നമ്പ്യാവർമ്മൽ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടക്കുകയാണ്. നാളെ ഇതുവരെ ഈ സ്ഥാപനത്തിന് ചെയ്തു തന്ന എല്ലാ സഹകരണത്തിനും നന്ദി പറയുന്നതിനോടൊപ്പം ഈ കലാവിരുന്നിലേക്ക് എല്ലാ കലാസ്നേഹികളെയും സ്വാഗതം ചെയ്യുന്നു. നാട്യാഞ്ജലി നൃത്തവിദ്യാലയം മണ്ണപ്പുറം, കരിമണ്ണൂർ, മടക്കത്താനം പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. ഫോൺ നമ്പർ 9847495017. പെരിയാറ്റിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. ഉപ്പുതറ കാക്കത്തോട് പാറയ്ക്കൽ തോമസ് ചാക്കോയുടെ മകൻ ജെറിൻ പി തോമസ് ആണ് മരിച്ചത്. 25 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 4ഓടെ ഇടുക്കി ജലാശയത്തിന്റെ ഭാഗമായ അയ്യപ്പൻ കോവിൽ ക്ഷേത്രക്കടവിന് സമീപമുള്ള പണ്ടാരക്കയത്തിലാണ് അപകടം നടന്നത്. കുളിക്കാനിറങ്ങിയ യുവാവ് പെരിയാറ്റിൽ മുങ്ങി മരിച്ചു. ഉപ്പുതറ കാക്കത്തോട് പാറയ്ക്കൽ തോമസ് ചാക്കോയുടെ മകൻ ജെറിൻ പി തോമസ് ആണ് മരിച്ചത്. ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 4ഓടെ ഇടുക്കി ജലാശയത്തിന്റെ ഭാഗമായ അയ്യപ്പൻകോവിൽ ക്ഷേത്രക്കടവിന് സമീപമുള്ള പണ്ടാരക്കയത്തിലാണ് അപകടം. വിജയ് ഫാൻസ് അസോസിയേഷന്റെ ജില്ലാ പ്രസിഡന്റാണ് ജെറിൻ. കോട്ടയത്തിന് പോകാനായി അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറി ഇരട്ടയാർ സ്വദേശി സോബിനും മറ്റൊരു സുഹൃത്തും ഉച്ചകഴിഞ്ഞ് ജെറിൻ്റെ വീട്ടിലെത്തി. തുടർന്ന് കൂട്ടുകാർക്കൊപ്പം കുളിക്കാൻ കടവിലെത്തി. കുളിക്കുന്നതിനിടെ മറുകരയിലെത്തി തിരികെ നീന്തുന്നതിനിടെ കൈകാലുകൾ കുഴഞ്ഞ് ജെറിൻ കയത്തിൽ മുങ്ങി. ഒപ്പമുണ്ടായിരുന്നവരുടെ നിലവിളി കേട്ട് സമീപവാസിയായ കലവനാക്കുന്നേ സുനിൽ ഓടിയെത്തി ആഴക്കയത്തിൽ നിന്ന് ജെറിനെ മുങ്ങിയെടുത്തു. അപ്പോഴേക്കും അമ്പലക്കടവിലെ വള്ളക്കാരും എത്തി. ഉടൻ തന്നെ സോബിന്റെ കാറിൽ ഉപ്പുതറ കമ്മ്യൂണിറ്റി സെന്ററിൽ എത്തിച്ചു. അപ്പോഴും ജെറിന് ജീവനുണ്ടായിരുന്നു. എന്നാൽ ആശുപത്രി ഡോക്ടർ ഇല്ലാതിരുന്നതിനാൽ അവിടെ നിന്ന് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അമ്മ ബിന്ദു, സഹോദരി ജോംസി വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സെന്റ് ആൻഡ്രൂസ് CSI പള്ളി സെമിത്തേരി സംസ്കാരം നടത്തി. ന്യൂസ് ബ്യൂറോ, ഉപ്പുതറ. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് റിട്ടയർഡ് ഉദ്യോഗസ്ഥനും KSSPU കാരിക്കോട് യൂണിറ്റ് സെക്രട്ടറിയുമായ ആനിയ വീട്ടിൽ AK ദിവാകരൻ നിര്യാതനായി. 71 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1-ന് തൊടുപുഴ ശാന്തിതീരം ശ്മശാനത്തിൽ. ഭാര്യ VN ജലജകുമാരി, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് റിട്ടയർഡ് ഉദ്യോഗസ്ഥ. മക്കൾ ദിലീപ് ദുബായ്, ദിവ്യ ദിവാകരൻ. മരുമക്കൾ ശ്രീലേഖ ദിലീപ്, അരുൺ M. കൊച്ചുമകൾ നവീന ദിലീപ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഇടുക്കി ജില്ലയിലെ 5ഇടങ്ങളിൽ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ നടത്തി. കെട്ടിടനാശത്തെ തുടർന്നുള്ള രക്ഷാപ്രവർത്തന മോക്ക് ഡ്രിൽ തൊടുപുഴയിൽ നടന്നു. സംസ്ഥാനത്തെ ആദ്യ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. മൂന്നാറിനായി സമ്പൂർണ്ണ ശുചിത്വ പദ്ധതി നടപ്പിലാക്കുമെന്ന മന്ത്രി MB രാജേഷ്. പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ ഭാഗമായി കോതമേട്ടിൽ നിർമ്മിച്ച ഫോർട്ട് മോഡലിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി 20-ന് സംഘടിപ്പിക്കുന്ന ദേശീയ പണിമുടക്കിന് മുന്നോടിയായി ഇടുക്കി ജില്ലാ കളക്ടർക്ക് പണിമുടക്ക് നോട്ടീസ് നൽകി. തൊടുപുഴ നഗരസഭയിലെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ആദ്യഘട്ടമായി നഗരത്തിലെ ഓടകൾ വൃത്തിയാക്കി. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ K ദീപക് നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.